അല്ല എന്തിനാ യദു ഈ ആ പാവം പെൺകുട്ടിയുടെ ലൈഫ് അറിഞ്ഞുകൊണ്ട് നശിപ്പിക്കുന്നത്? ഇനിയെങ്കിലും ഇതിൽ നിന്ന് മാറിക്കൂടെ? അവളുടെ പ്രായത്തിന്റെയാണ്, നീ പറഞ്ഞ് മനസ്സിലാക്കൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. കണ്ടിട്ട് തന്നെ അവളെ പാവം തോന്നുന്നു. നിനക്കറിയാമല്ലോ നിന്റെ പരിമിതികൾ. പാവം കുഞ്ഞുങ്ങൾ മുന്നോട്ട് എങ്ങനെ ജീവിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എടേ എങ്ങനെ കഴിയുന്നു? ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഇന്ന് ഉച്ചയ്ക്ക് ഒരു വീഡിയോ ചെയ്യണമെന്നോ ഈ സൺഡേ ആയിട്ട് വേറെ കുറച്ച് കാര്യങ്ങളുമായിട്ടൊക്കെ നിൽക്കുകയായിരുന്നു. പക്ഷേ എനിക്ക് വീഡിയോ അയച്ചു തന്ന ആൾ പറഞ്ഞു, ആ കുട്ടികൾ ഒരുപാട് കഷ്ടപ്പാടിൻ്റെ ഇടയിൽ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് പൊരുതുന്നതിനിടയ്ക്ക് ഇങ്ങനൊരു കാര്യം കണ്ടപ്പോൾ അവർക്ക് വല്ലാതെ വിഷമം തോന്നി എന്നുള്ളതാണ്. അപ്പം തന്നെ ഞാൻ നോക്കിയത് എന്താ സംഭവം എന്ന് പറയാം. പക്ഷേ ആ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറയുന്ന കാര്യം കേട്ടപ്പോൾ ഉണ്ടല്ലോ, ഈ കമൻ്റ് ഇടുന്ന അവരുടെ അയൽവാസികളായിട്ടോ നാട്ടുകാരോ ആയിക്കോട്ടെ, ആരും ആയിക്കൊണ്ടോട്ടെ, നിന്നെയൊക്കെ കയ്യിലെങ്ങാനും കിട്ടിയിട്ടുണ്ടെങ്കിലോ നല്ല രീതിയിൽ എടുത്തിട്ട് നല്ല തരാനുള്ള ദേഷ്യമുണ്ട്. ഓക്കെ, എനിവേ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്നുള്ള പ്രോഗ്രാമിലേക്ക് വന്ന് വളരെയധികം മനുഷ്യരുടെ ഇടയിലേക്ക്, മനുഷ്യരുടെ മനസ്സുള്ളവരുടെ അങ്ങനെയുള്ള ആൾക്കാരുടെ മനസ്സിലേക്ക് ഒന്ന് ചേക്കേറിയ ഒരു എന്താണ് അടുത്ത് തന്നെ ഒരു വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ജ്യോതികയും യദുവും. അപ്പോൾ യദുവിൻ്റെ പരിമിതികളും യദുവിൻ്റെ ബുദ്ധിമുട്ടുകളും അത് യദു അറിഞ്ഞാൽ മതി, യദുവിൻ്റെ വീട്ടുകാർ അറിഞ്ഞാൽ മതി, യദുവിനെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ജ്യോതിക അറിഞ്ഞാൽ മതി, ഇവർ മാത്രം അറിഞ്ഞാൽ മതി. നാട്ടുകാർ മൊത്തം അതിനെക്കുറിച്ച് പരിതപിക്കുന്ന, അല്ലെങ്കിൽ അവർ നന്നായിട്ട് വരണം, യദു എണീറ്റ് വരണം എന്ന് ഞാനടക്കമുള്ള എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുമ്പോൾ അവനെ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ തളർത്താൻ വേണ്ടി ശ്രമിക്കുന്ന നികൃഷ്ട ജീവികളെ നിങ്ങളെ മനുഷ്യരെന്ന് വിളിക്കാൻ കഴിയില്ല. ഇരുകാലികളാണ് നിങ്ങൾ, പക്ഷെ നിങ്ങൾ മനുഷ്യരല്ല. എന്താ സംഭവം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. എന്തൊരു മനുഷ്യരാണ് ഈ ലോകത്ത്. ഉഡായിപ്പ് ഫാമിലിയാണിത്. എന്റെ വീടിന്റെ അടുത്തുള്ളതാണ്. നെഗറ്റീവായി പറയുമല്ല, എന്തിനാ യദു ഈ ആ പാവം പെൺകുട്ടിയുടെ ലൈഫ് അറിഞ്ഞുകൊണ്ട് നശിപ്പിക്കുന്നത്? ഇനിയെങ്കിലും ഇതിൽ നിന്ന് മാറിക്കൂടെ? അവളുടെ പ്രായത്തിന്റെയാണ്, നീ പറഞ്ഞ് മനസ്സിലാക്കൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. കണ്ടിട്ട് തന്നെ അവളെ പാവം തോന്നുന്നു. നിനക്കറിയാമല്ലോ നിന്റെ പരിമിതികൾ. പാവം കുഞ്ഞുങ്ങൾ മുന്നോട്ട് എങ്ങനെ ജീവിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എടേ എങ്ങനെ കഴിയുന്നു? അതായത് നിങ്ങൾ ഒരാളെ മനസ്സാവരിക്കുക എന്ന് വെച്ചാൽ എന്താ എൻ്റെ അർത്ഥം? മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു, മനസ്സുകൊണ്ട് ജീവിതം തന്നെ ഇനി ആ ഒരു വ്യക്തിയോടൊപ്പം, അതാണോ പെണ്ണോ മറ്റേ ഇതര ജെൻഡറോ എന്തോ ആയിക്കൊണ്ട് പോട്ടെ, ആരെങ്കിലും ഒരാൾ അയാൾക്കൊപ്പം ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞു. ആ വ്യക്തിയോട് എന്ത് തരത്തിലുള്ള താല്പര്യം ഉണ്ടെങ്കിലും മറ്റുള്ള ആൾക്കാർ സമൂഹം മൊത്തം പറഞ്ഞാലും ഉള്ളിൽ നിന്നും ആ വ്യക്തിയോട് തോന്നിയ ഒരു കണക്ഷൻ ഉണ്ടാവുമല്ലോ. അതിനിപ്പോൾ അവർക്ക് എന്ത് വൈകൃതങ്ങൾ സംഭവിച്ചിരുന്നാലും, അവരിന് എണീക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നാലും, അവർക്ക് മാരക രോഗം പിടിപെട്ടിരുന്നാലും, എന്ത് തന്നെ ഉണ്ടായിരുന്നാലും വളരെയധികം മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടവർ, പ്രണയിച്ചവർ, സ്നേഹിച്ചവർ, കള്ളത്തരമുള്ളവരല്ല, വഞ്ചിക്കുന്നവരും പറ്റിക്കുന്നവരും അല്ല, സ്നേഹിച്ചവർ അവരിട്ടിട്ട് പോകത്തില്ല. ഇവിടെ ഈ പറഞ്ഞ വ്യക്തി, ഒരു പ്രസ്തുത വ്യക്തി ആരാണെങ്കിലും ഞാൻ അയാളോടൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ഈ കമൻറ്റ് ഇട്ട് അവരെ വേദനിപ്പിക്കാൻ ശ്രമിച്ച വ്യക്തി, താങ്കളുടെ വീട്ടിലുള്ള താങ്കൾക്ക് എന്തെങ്കിലും നാളെ നമ്മളല്ല വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാണ്. യദുവിന് സംഭവിച്ചതൊക്കെ നമുക്കൊക്കെ ഏത് നിമിഷമാണ് സംഭവിക്കാം. അപ്പോൾ ഈ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന നിങ്ങൾക്ക് ഇതുപോലൊരു സാഹചര്യം വന്നു, ആ സമയത്ത് നിങ്ങളുടെ കൂടെ ഉള്ളവരെല്ലാം നിങ്ങളെ കളഞ്ഞിട്ട് പോകണമെന്നാണോ അതിൻ്റെ അർത്ഥം? അതോ നിങ്ങളെ അതിനുശേഷവും നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം വരെയും നിങ്ങളെ കൂടെ നിൽക്കണം എന്നുള്ളതാണോ? പിന്നെ ഈ കുട്ടി ചെറിയ പ്രായമാണ്, കുട്ടിയോട് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എന്തർത്ഥമാണെന്ന് അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാവും. പിന്നെ ഒരു കാര്യമുണ്ട്, നീയൊക്കെ ചിന്തിക്കുന്ന മറ്റേ പരിപാടി മാത്രമല്ല ജീവിതം. ആ ഒരു പരിപാടി മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരെ നിങ്ങളുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിയാത്തത് മറ്റുള്ളവർക്ക് കഴിയുന്നുള്ളതാണ്. യദു അതുപോലെ തന്നെ ജ്യോതിക, ഇവരുടെ രണ്ടുപേരുടെ സന്തോഷകരമായ മൊമെന്റ്സ് നിങ്ങളിലൂടെ കാണുന്ന സമയത്ത് നിങ്ങൾ അത് കാണുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ഫ്രസ്ട്രേഷൻ എന്ന് തന്നെ പറയും. ആ ഫ്രസ്ട്രേഷൻ അടക്കാൻ പറ്റാത്ത, ഇവൻ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പെണ്ണിനെ കിട്ടിയത്, അല്ലെങ്കിൽ ഇവൾ എന്തിനാണ് ഇവൻ്റെ കൂടെ തന്നെ നടക്കുന്നത്, ഇവന് കണ്ടില്ലേ ഇവന് ഈ പരിമിതി, ഈ കൊതി നുണയും പറയുന്നൊക്കെ എൻ്റെ അമ്മ പറയുന്ന വാക്ക്, അത് അനുയോജ്യമാകുന്ന രീതിയിലുള്ള പ്രവൃത്തി. ഇതെങ്ങനെ കഴിയുന്നുള്ളൂ തനിക്കൊക്കെ? ഭൂമിക്ക് ഭാരമെന്നൊക്കെ കവികൾ എഴുതാറുണ്ട്, നമ്മൾ ചില പൊതുവാക്യത്തിൽ പറയാറുണ്ട്, ചില പ്ലേസിൽ ഭൂമിക്ക് ഭാരമായിട്ട് എന്തിനാ ജീവിക്കുന്നത്? കുറച്ച് ആസിഡ് വാങ്ങിച്ച് സ്വയമൊഴിച്ച് കത്തിക്കുകയോ ചാവുകയോ, അല്ലെങ്കിൽ കുറേ പെട്രോൾ വാങ്ങിച്ച് ഒഴിച്ചിട്ട് മറ്റേ വയറിൽ കുത്തിയിട്ട് തീ കത്തിച്ച് അകത്തോട്ട് ഇടുകയോ ചെയ്യും, അല്ലെങ്കിൽ ഒരു അമിട്ട് വാങ്ങി വെച്ച് വാക്യത്ത് വെച്ച് പൊട്ടിച്ച് സ്വയം ചത്തോ? എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? ആ പാവപ്പെട്ട പിള്ളേർ ജീവിച്ചു പോട്ടെ, നിന്നെയൊക്കെ വല്ല ശല്യപ്പെടുത്തുന്നു, നിൻ്റെയൊക്കെ ജീവിതത്തിൻ്റെ അകത്ത് ഇടപെടാൻ വരുന്നു, എന്തിനാടാ? ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് അസ്ലാം അലി ദിയാകൃഷ്ണയുടെ അന്ന് പ്രസവമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ നെഗറ്റീവ് ആ കുട്ടി കേട്ടു. അതിനുശേഷം അസ്ലാം അലി നിറവയറുമായിട്ട് നിൽക്കുന്ന ആ ഒരു ഗർഭിണിയെ, ആ കുട്ടിയോട് അത് അലസിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ചില ജന്മങ്ങൾ, അത് മതത്തിൻ്റെ പേരും പറഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും വലിയ രസം. എല്ലാവരെയും സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന മതങ്ങൾ തന്നെ മതത്തിൻ്റെ ചില ചിഹ്നങ്ങളോ മറ്റുള്ള കാര്യങ്ങൾ ഇട്ടില്ലെന്ന് പറഞ്ഞിട്ട് കൊല്ലാക്കൊല ചെയ്യുന്നൊരു കാര്യം എങ്ങനെ കഴിയുന്നു?
സയൻസ് ഇത്രയും പുരോഗമിച്ച് കാലഘട്ടം മാറി, എന്നിട്ടും മനസ്സിൻ്റെ അകത്ത് വിഷവും കൊണ്ട് നടക്കുന്ന കുറേയധികം ജീവികൾ, ജൽപ്പനങ്ങൾ. ഇവിടെ ഇവരുടെ ജീവിതം ആരെങ്കിലും ബാധിക്കുന്നുണ്ടോ? ഇവരുടെ ജീവിതം എവിടെയെങ്കിലും സമൂഹത്തിൽ മോശമാകുന്നുണ്ടോ? എന്നാൽ നമുക്ക് എടുക്കാനുള്ള എന്തെല്ലാം ഉണ്ട്. എന്ത് ബുദ്ധിമുട്ടുകൾ, സാഹചര്യങ്ങൾ പ്രതികൂലമായിരുന്നാലും സ്നേഹിക്കുന്നവർ മുന്നോട്ട് തന്നെ പോകുമെന്ന് കാണിച്ചു തരികയല്ലേ. മഷിയിട്ട് നോക്കിയാൽ കിട്ടും ഇതുള്ള കാര്യങ്ങൾ. അപ്പോൾ അത്രത്തോളം നമുക്ക് ഇൻസ്പിറേഷനിലാവുന്ന ചില ജീവിതങ്ങൾ ഉള്ളതിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് ആ കുട്ടിയുടെ മനസ്സിൽ, യദു എന്ന് പറയുന്ന ആ പയ്യൻ്റെ മനസ്സിനകത്ത് എന്തുമാത്രം വേദന നിങ്ങൾ കൊടുക്കുന്ന ആലോചിച്ച് നോക്കുക. ആ കുട്ടിക്കും യദുവിനും അതോടൊപ്പം തന്നെ ആ ജ്യോതികയ്ക്കും. ഞാനേ കൺട്രോൾഡ് സംസാരമാണ്, അല്ലെങ്കിൽ ഞാൻ തെറി പറഞ്ഞു. ഇത്രയും പെട്ടെന്ന് റിക്കവർ ആകണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഇനി ആരും ഇരിക്കേണ്ടത് വന്നാലും ഞാൻ ഇരിക്കും. കുറെ കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്, എനിക്ക് ഇരിക്കണം. എനിക്കിപ്പോ നിങ്ങളുടെ ആരെയും മടിച്ചത് മടിയോ, നീ കമന്റ് പറയുന്നവരുടെ ഒന്നും മടി വന്നിട്ട് ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് അവന്റെ മടിയിൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ, ഞാൻ ഇരിക്കുകയും ചെയ്യും. അതാണ് ഇനി അവന്റെ മടി ഇരുന്നില്ല, നിനക്ക് ഞാൻ അടി തരും. സ്നേഹത്തോടൊരു സഹോദരി എന്നുള്ള രീതിയിൽ പറയുകയാണ്. ആക്ച്വലി ഞാൻ ഒരുപാട് മനുഷ്യരെ കണ്ടുമുട്ടിയ സമയത്തൊക്കെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്. ചില വ്യക്തികളൊക്കെ എൻ്റെ ഈ അടുത്ത കാലങ്ങളിൽ എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കണക്റ്റഡ് ആയതിനു ശേഷം ഞാനെന്നുള്ള വ്യക്തി തന്നെ വന്ന മാറ്റം വളരെ വലുതാണ്. കാരണം ഞാൻ ഇത്രയും കാലം ചിന്തിച്ചിരുന്ന ജീവിതവും കണ്ട ഒരു ജീവിതത്തിൻ്റെ ഒരു ഇതും അവശേഷിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ചില എൻ്റെ ചിന്തകളുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അല്ല ജീവിതമെന്ന് എനിക്ക് ചില വ്യക്തികളെ കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ ഒരു മനസ്സിലാക്കലിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ ജീവിതത്തിൻ്റെ വിശാലാർത്ഥത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒന്നുമില്ല. ദർ ഈസ് നത്തിങ്. ജീവിതം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. പിന്നെ ഭൂമിയിലെ ജീവിതം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജീവനുള്ള സമയം വരെ ജീവിക്കാനുള്ളത് മാത്രമാണ്. നിങ്ങൾ എന്തുണ്ടാക്കുന്നു, എന്ത് ചെയ്യുന്നു, എന്ത് സംഭവങ്ങൾ, നിങ്ങൾ എത്ര പ്രതികൂല സാഹചര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നു, എത്ര ദിവസം നിങ്ങളോട് ജീവിക്കുന്നു, അത്ര ദിവസം ജീവിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല നിങ്ങളോടൊന്നും ചെയ്യുന്നില്ല. അസുഖം വന്നവൻ അസുഖം മാറ്റിയിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നു. രോഗമില്ലാത്തവൻ രോഗം പ്രതിരോധശേഷി ഉണ്ടാക്കിക്കൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുന്നു. ഭക്ഷണമില്ലാത്തവൻ ഭക്ഷണം കണ്ടെത്തി ജീവിക്കാൻ ശ്രമിക്കുന്നു. വസ്ത്രമില്ലാത്തവൻ വസ്ത്രത്തിന് വേണ്ടിയിട്ട് വസ്ത്രം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നു. ഒരു സ്ഥലവും മറ്റൊരു രാജ്യവും ഒന്നും കാണാത്തവൻ അത് കാണാൻ ആഗ്രഹമുള്ളവൻ അത് കാണാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് ജീവിക്കുന്നു. അങ്ങനെ ജീവിതം അങ്ങനെയാണ്. മക്കളെയും ഭാര്യയും കുടുംബത്തിനെയും സ്നേഹിക്കുന്നവർ അത് ഉണ്ടാക്കി അതിലൂടെ ജീവിക്കാൻ ശ്രമിക്കുന്നു. പണം ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർ കുറേയധികം ജോലികൾ വാഗ്ദാനം ചെയ്ത് കുറേയധികം ആൾക്കാർക്ക് നല്ലതും ചെയ്ത് അവരങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് അവരെ വിഷമിപ്പിക്കാൻ വേണ്ടി ചില ജന്മങ്ങൾ, അവരെപ്പോലുള്ള ആൾക്കാർ അങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിച്ച് സാഡിസ്റ്റുകളായിട്ട് സമൂഹത്തിൻ്റെ അകത്ത് നമ്മളെ ഈ അവസാന ടോയ്ലറ്റിൻ്റെ ഫ്ലഷ് അടിച്ചതിന് ശേഷം ലാസ്റ്റ് കാണുന്ന കുറച്ച് അണുക്കളുണ്ടാവല്ലോ, അതുപോലത്തെ അണുക്കളായിട്ട് ഇങ്ങനെ ജീവിക്കാൻ ശ്രമിക്കുന്നു. സോ ആത്യന്തികമായിട്ട് ജീവിതം ഒന്നേ ഉള്ളൂ, ജീവിക്കുക എന്നുള്ളത് മാത്രമാണ്. അവിടെ ഒരൊറ്റ കാര്യം കൂടെ ഉണ്ട്, നമ്മൾ ജീവിക്കുന്നതോടൊപ്പം മറ്റുള്ളവർ ജീവിക്കാൻ അനുവദിക്കുകയും കൂടെ വേണം. അത് മാത്രമാണ്. അത്രേ ഉള്ളൂ. നമ്മുടെ ഈ വ്യാസനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. പുള്ളിക്കാരൻ ഇതിഹാസ മറ്റുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിൽ നിന്നും എടുത്തു വെച്ചിരിക്കുന്ന 2 വരികളിലാണെന്നാണ് പറയുന്നത്. എന്താണെന്നറിയുമോ? പരോപകാരമേ പുണ്യം പാപമേ പരപീഡനം. ഓക്കെ, പരോപകാരമേ പുണ്യം പാപമേ പരപീഡനം, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ലൈഫിൻ്റെ അകത്ത് അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നുമില്ല. പരോപകാരം തന്നെയാണ് ഏറ്റവും വലിയ പുണ്യവും. പാപം എന്നുള്ളത് മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നൊരു കാര്യവും തന്നെയാണ്. ആ ചെറുക്കൻ കരയുന്നുണ്ട്. അത് മാത്രല്ല, ഇപ്പൊ ഇനി ആരും ഇരിക്കേണ്ടത് വന്നാലും ഞാൻ ഇരിക്കും. കുറെ കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്, എനിക്ക് ഇരിക്കണം. എനിക്കിപ്പോ നിങ്ങളുടെ ആരെയും മടിച്ചത് മടിയോ, നീ കമന്റ് പറയുന്നവരൊന്നും മടി വന്നിട്ട് ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് അവന്റെ മടിയിൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ, ഞാൻ ഇരിക്കുകയും ചെയ്യും. അത് മാത്രല്ല, ഏത് ഡോക്ടറിനാണെന്നുണ്ടെങ്കിൽ പോലും ഡോക്ടറല്ല, ഒരു സാധാരണപ്പെട്ട ഇച്ചിരി തലയ്ക്കും മോളമുള്ള ആർക്കാണേലും മനസ്സിലാകാൻ പറ്റും. നമ്മൾ എന്തിനാ ഇങ്ങനെ സിമ്പതി, നമ്മൾ ഇതേവരെ സിമ്പതിക്ക് പറഞ്ഞിട്ട് ആര് നമ്മളിപ്പോ സിമ്പതി നമ്മളെല്ലാം ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാർ. തുടക്കത്തിൽ ആ ചിരി, അതിന് മുമ്പുള്ള ഇതിന്റെ ഉള്ളടക്കത്തിലുള്ള കാര്യങ്ങളാണ് ആ വീഡിയോക്കകത്ത് പരാമർശിച്ച് പോകുന്നത്. അതിനകത്ത് അവരുടെ വേദനകളും മറ്റുള്ള കാര്യങ്ങളാണ് തുടക്കത്തിൽ അത് പങ്കുവച്ചിരിക്കുന്നത്. പക്ഷെ പല ആൾക്കാരും വേദനിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞു പോയിരിക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കാം. ഏതാണ്ട് 28 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും YNJ മൊമെൻറ്റ്സ് ഇവരുടെ ഫസ്റ്റ് 1ാമത്തെ 2ാമത്തെ വീഡിയോ ഞാൻ അന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഒന്നോ രണ്ടോ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയങ്ങളിലെല്ലാം ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്ക് തന്നെ എനിക്ക് ഇപ്പോഴും പറയുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട അനിയ, സമൂഹമല്ല നിങ്ങളുടെ ചിലവിന് തരുന്നത്. സമൂഹത്തിൻ്റെ കണ്ണാടിയിലൂടെ നോക്കിയിട്ടല്ല നിങ്ങൾ സഞ്ചരിക്കേണ്ടത്. സമൂഹത്തിൻ്റെ കണ്ണുകളിലൂടെ അല്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതം കാണേണ്ടത്. നിങ്ങളുടെ ജീവിതം എങ്ങനെ വേണമെന്നുള്ള കാര്യം നിങ്ങൾ തീരുമാനിക്കുക. അത്രേ ഉള്ളൂ. മൈ വേ മൈ റൂൾ എന്നൊക്കെ പറയും. ഇൻസ്റ്റാഗ്രാമിൻ്റെ ചില ഹാൻഡിലുകളിൽ ആൾക്കാർ എഴുതി വെച്ചിരിക്കുന്നുണ്ട്, ബയോയിൽ കാണും മൈ വേ മൈ റൂൾ. ആക്ച്വലി നല്ലൊരു വാക്കാണ്. നമ്മുടെ റൂള് തന്നെയാണ് നമ്മുടെ ജീവിതം. അല്ലാതെ പിന്നെന്താ? അഡ്വൈസ് സ്വീകരിക്കുന്നവരാണെങ്കിൽ നല്ല ആൾക്കാരിൽ നിന്ന് അഡ്വൈസ് സ്വീകരിക്കുക. അല്ലാതെ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് കയറി ഇടപെടാൻ ശ്രമിക്കുന്ന ആൾക്കാരെ കടക്ക് പുറത്ത് എന്ന് പറയുന്ന ആ ഒരു ശൈലിയിൽ തള്ളിക്കളയുക. നിങ്ങൾ ജീവിക്കാനല്ലേ ഈ ഭൂമിയിൽ വന്നത്. നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. പിന്നെ യദുവിൻ്റെ കാര്യം ഞാൻ പറയാം, സന്തോഷത്തോടെ ഞാൻ എന്താ പറയാം. ഞാൻ യദു എണീറ്റ് വന്ന്
ഇവിടെ നമ്മുടെ ജ്യോതിക എടുത്ത് കറക്കുന്ന ഒരു കാര്യം കൂടെ കാണിച്ചു കൊടുക്കാനുള്ള മനസ്സിനെ പരിവപ്പെടുത്തിയിരിക്കണം. ആ തരത്തിൽ നിങ്ങൾ അത്രയും ശക്തമായിട്ട് തിരിച്ചു വരണം. അതുകൊണ്ട് യദു തിരിച്ചു വരും. ജ്യോതികയുമായിട്ടുള്ള നല്ലൊരു ദാമ്പത്യ ജീവിതം, അതിൽ ഒരുപാട് കുഞ്ഞുങ്ങൾ, കുറേ വർഷത്തെ ജീവിതം, അതൊക്കെയാണ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ആൾക്കാർക്കുള്ള മറുപടി. അല്ലാതെ ഇവർക്കല്ലാതെ പ്രത്യക്ഷത്തിൽ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ടൈം വേസ്റ്റാണ്. അതാ പറഞ്ഞു, ഈ ഒരു സമയത്ത് ഒരു വീഡിയോ ചെയ്യുന്നത് ശീലമുള്ള ഒരാളല്ല, എങ്കിലും എനിക്ക് എന്തോ എൻ്റെ ഹൃദയത്തിൽ തൊട്ടു, എൻ്റെ ഹൃദയത്തിൽ തട്ടി, എനിക്ക് വേദന തോന്നി. അതുകൊണ്ട് എനിക്ക് ഫ്രസ്ട്രേഷൻ വെച്ചിട്ട് അടക്കി പിടിച്ച് ബാഡ് വേർഡ്സ് വരാൻ പാടില്ല, എത്ര തന്നെ പറഞ്ഞാലും മിതത്വം വേണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്നോട് തന്നെ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ജീവിതത്തിനെക്കുറിച്ച് മനസ്സിലാക്കൂ. ഈ നെഗറ്റീവ്സ് എവിടെയെങ്കിലുമൊക്കെ ആൾക്കാർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതിനെ നമുക്ക് പൂർണ്ണമായ നെഗറ്റീവിന് മാത്രം നമുക്ക് കാണാൻ പറ്റുന്നെങ്കിൽ നമുക്കെന്തോ കുഴപ്പമുണ്ട്. നമ്മൾ ചിന്തിക്കണം. ഒരാളെക്കുറിച്ച് നമ്മൾ ഒരുപാട് നാൾ കുറ്റം പറയുന്നുവെങ്കിലും നമുക്കെന്തോ കുഴപ്പമുണ്ട്. ഒരാളെക്കുറിച്ച് നമുക്കൊരു മിസ്റ്റേക്കിനെ ചൂണ്ടിക്കാണിക്കുന്നുവെങ്കിൽ നമ്മളത് റെക്ടിഫൈ ചെയ്യാനുള്ളൊരു അവസരമായി കൊടുക്കുന്നു. ഒരാളെക്കുറിച്ച് ഒന്നിലധികം ദിവസമോ ഒരുപാട് ദിവസമോ നമ്മൾ ഒരാളെക്കുറിച്ച് നിരന്തരമായി കുറ്റം നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നുവെങ്കിൽ നമുക്ക് പ്രശ്നമുണ്ട്. നമ്മുടെ പ്രശ്നത്തിനെ പരിഹരിക്കണമെങ്കിൽ നമ്മൾ ഈ ആംഗിളിൽ നിന്ന് മാറി ഇങ്ങോട്ടത്തെ ആംഗിളും ചുറ്റുപാടും നോക്കണം. പിന്നെ ഏറ്റവും പ്രൈമറി ആയിട്ട് ചെയ്യേണ്ട കാര്യം, നേരെ കണ്ണാടിയിൽ പോയിട്ട് സ്വന്തം മുഖം നോക്കണം. ആർ യു എ പെർഫെക്റ്റ് പേഴ്സൺ എന്ന് സ്വന്തം കണ്ണാടി നോക്കിയിട്ട് സ്വയം തന്നെ ചോദിക്കണം, ആർ യു എ പെർഫെക്റ്റ് പേഴ്സൺ. ഞാൻ എന്ന് നോക്കിയിട്ട് ഞാൻ എന്നോട് ചോദിച്ചെന്നാലും അപ്പുറത്തേക്ക് ഞാൻ എന്നോട് നോക്കിയിട്ട് മറ്റേ എൻ്റെ ഡൂപ്പ് പറയും, എന്തിനാടാ നീ ചോദിക്കുന്നത്, ഇനി പറയാൻ വല്ല ഇതുണ്ടോ എന്ന്. ഒരിക്കലും അല്ല എന്നാണ് എന്നോട് പറയുന്നത്. ഞാൻ എന്നോട് തന്നെ പറയുന്നത്. അതായത് ഞാൻ തന്നെ ചിന്തിക്കുന്നുണ്ട്, ഐ എം നോട്ട് എ പെർഫെക്റ്റ് പേഴ്സൺ അറ്റ് ഓൾ. ഈ ലോകത്തിൽ ഏറ്റവും നല്ലവരായിട്ടുള്ളവരാണ് മറ്റുള്ളവരെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അത്രയും നല്ലവനല്ല ഞാൻ. അതുകൊണ്ട് ആ കുട്ടികളെ ജീവിക്കാൻ വിടും. അതുപോലെ തന്നെ നിങ്ങളും കണ്ണാടിയിലേക്ക് ഇടയ്ക്ക് നോക്കൂ. ചിലപ്പോൾ എനിക്ക് കിട്ടിയതുപോലെ ചിലപ്പോൾ ഉള്ളുവിളി ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരാം. സോ ഇത്ര പറയാനുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ ചെറുക്കനെ, ആ പെൺകുട്ടിയെ ജീവിക്കാൻ വിടുക. അവർ ജീവിക്കട്ടെ പ്ലീസ്. മാനസിക രോഗമാണ് ഇതൊക്കെ. ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇങ്ങനെയൊക്കെയുള്ള മൊയന്തുകൾ നിങ്ങളുടെ ലൈഫിൻ്റെ അകത്ത് കയറി ഇതുപോലുള്ള കമൻറ്റാണ് ചെയ്യുന്നത്, നിങ്ങൾ എന്ത് മറുപടി കൊടുക്കും? നിങ്ങളുടെ ഒരു പാർട്ട്ണറിന് ചെറിയ ബുദ്ധിമുട്ട് വന്നു, നിങ്ങൾ കളഞ്ഞിട്ട് പോകും? അതോ അങ്ങനെ ഒരു പാർട്ട്ണറുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളായിട്ടോ ആയിക്കോട്ടെ, ഒരു നായയോ ഒരു പൂച്ചക്കുട്ടി എന്തോ ആയിക്കോട്ടെ, അതിനെ ഉപേക്ഷിക്കാൻ സമൂഹം പറയുന്ന നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് പോകും? ഇനി അതുമായിട്ട് ജീവിക്കുന്ന സമയത്ത് മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടി വന്നാൽ നിങ്ങൾക്ക് അവർക്ക് എന്ത് മറുപടി കൊടുക്കും? സമൂഹത്തിനെ കണ്ണു തുറപ്പിക്കും ചിലപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത്. ബൈ.